യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ. ദാനിയേൽ പ്രവാസത്തിലാണ്, മറ്റൊരു ദേശത്ത് പ്രവാസത്തിൽ വന്ന് പാർക്കുകയാണ്. അങ്ങനെ പ്രവാസത്തിൽ വന്ന് പാർക്കുന്ന സമയത്ത് തനിക്കൊരു റൂം കിട്ടി, അവിടെ താൻ പാർത്തു വരികയാണ്. താൻ തൻ്റെ നാട്ടിലായിരുന്നപ്പോൾ യെരുശലേമിൽ പോയി ദൈവത്തെ ആരാധിക്കുകയും ദൈവസാന്നിധ്യം അനുഭവിക്കുകയും ചെയ്തു. പക്ഷേ താൻ പ്രവാസത്തിൽ തനിക്കൊരു മുറി കിട്ടിയപ്പോഴും അതിൻ്റെ കിളിവാതിൽ തുറക്കപ്പെടുന്നത് യെരുശലേമിന് നേരെയുള്ളതായിട്ടാണ്. യെരുശലേം കാണിക്കുന്നത് ആലയത്തെയാണ്, ദൈവസാന്നിധ്യത്തെയാണ്, മേഘത്തിൽ ഇറങ്ങി വരുന്ന അനുഗ്രഹത്തെയാണ്, ആരാധനയോടുള്ള ബന്ധമാണ്. മറ്റൊരു ദേശത്താണെങ്കിലും പ്രവാസത്തിലാണെങ്കിലും രാജാക്കന്മാരുടെ പ്രവാസത്തിൻ്റെ കഠിനതയിലാണെങ്കിലും താൻ ദൈവസാന്നിധ്യവുമായി കണക്റ്റഡ് ആണ്, ആരാധനയുമായി കണക്റ്റഡ് ആണ്, തൻ്റെ ദൈവത്തോടുള്ള ബന്ധം സ്ഥിരതയുള്ളതാണ് എന്നതാണ് യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ കാണിക്കുന്നത്. നാം ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും നാം പഠനത്തിലാണെങ്കിലും നാം ഹോസ്റ്റലിലാണെങ്കിലും മറ്റൊരു രാജ്യത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ കിളിവാതിൽ തുറക്കപ്പെടുന്നത് യെരുശലേമിന് നേരെയാണോ, ദൈവസാന്നിധ്യത്തിന് നേരെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ശുശ്രൂഷയുടെ, നമ്മുടെ പഠനത്തിൻ്റെ, നമ്മുടെ ജോലിയുടെ കിളിവാതിൽ തുറക്കപ്പെടട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.